ഹലോ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയാം, നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ ഇന്ന് നല്ല കാലാവസ്ഥ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിൽ, നോക്കിയാൽ എന്താ വെയിൽ. ഇപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് കിട്ടിയ വെയിലാണ് കേട്ടോ. നല്ല മഴൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ല വെയിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ജീവികൾക്കെല്ലാം എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ പുറത്തിറങ്ങിയ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ വെയിൽ കൊള്ളിക്കേണ്ട ആൾക്കാരൊക്കെ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബിലാലിൻ്റെ മുറിവ് ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റായിട്ടുണ്ട്, കാലൊക്കെ ക്ലിയറായി. ഇപ്പോൾ ബിലാലിനെ കണ്ടെത്തിക്കൊണ്ടേ കെട്ടുന്നില്ല കേട്ടോ. കുറച്ച് ദിവസം എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് കെട്ടാന്ന് വെച്ചാൽ ബിലാലിൻ്റെ മേത്തൊന്ന് നമുക്ക് കിടന്നു നോക്കിയാലോ, നമുക്കൊന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു നോക്കിയാലോ. വാ ബിലാൽ ജോൺ കുരിശിങ്കൽ, ബാ 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 മുത്തേ, എൻ്റെ മോനെ. തലയിടിച്ച് കൊമ്പ്, എൻ്റെ മോനെ ഏതാ ഇടി. കലങ്ങിപ്പോയിട്ടാ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നേരത്തെ കിടന്നില്ല. സംഭവം ഞാൻ എൻ്റെ കാല് വെക്കുമ്പോൾ ഇതിൻ്റെ അകത്തായിപ്പോയി. അപ്പോൾ അതിന് ചെറിയ പെയിൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് അതിനേക്കാളും പെയിനായിട്ടാ, നല്ല ഇടി അടിച്ചേ. എന്താടാ മുത്തേ, എന്താ പറ്റിയേ? നീ ഇങ്ങനെ ചെയ്യാത്തതാണല്ല. പിന്നെ നമ്മളോട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ബിലാലിൻ്റെ മൂക്ക് കുത്തുന്നതിനെ പറ്റിയിട്ട്. ബിലാലിന് നമ്മൾ എന്താ പറയുക, എത്ര കാലം മൂക്ക് കുത്താണ്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നുട്ടാ. സംഭവം നമുക്ക് മൂക്ക് കുത്താൻ തീരെ ഇഷ്ടമില്ല, എന്നാൽ വേദനിപ്പിച്ച് ചെയ്യണ്ടല്ലേ. അപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുത്താതെ പറ്റൂലല്ലോ എന്നുള്ള അവസ്ഥ വന്നില്ലെങ്കിൽ മാത്രം നോക്കാം. എന്തായാലും ഇത്രയും കാലമായിട്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കുറച്ച് കളിയൊക്കെ ഉണ്ട് കേട്ടോ, കളിയില്ലാണ്ടിരിക്കില്ല. പോത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കളിയുള്ള ജീവി തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ എന്ന് വെച്ചാലും എന്നാൽ കൂടി നമുക്ക് മാക്സിമം എത്രത്തോളം മൂക്ക് കയറില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവനിക്കിപ്പോൾ ഒരു ശീലം തുടങ്ങിയെന്ന് അറിയാം. ആദ്യം കടൽ വെള്ളം കാണുമ്പോൾ പേടിയാവും. പക്ഷേ ഇപ്പോൾ ഞാൻ രാത്രി മിസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ് എങ്ങനെ വൈഞ്ഞ് പോയി കടലിൽ രാവിലെ വരെ. എന്തോ ഭാഗ്യത്തിന് എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ നിന്ന്. അപ്പോൾ അവന് നമ്മളോടൊരു കൂറുണ്ട് കേട്ടോ, ഇറങ്ങിക്കോ, പേടിക്കൊന്നും വേണ്ട, ഇറങ്ങിക്കോ. അങ്ങനെ അങ്ങനെ ഒരു ഇതും കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറ് പിടിച്ചിട്ട് ഇപ്പോൾ അത്യാവശ്യം വെള്ളത്തിലേക്ക് ഇറക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. പിന്നെ ഇവൻ്റെ ഈ തിന്നുന്ന സൗണ്ടാണ്, മൈക്കിൻ്റെ അടുത്ത് നിന്ന് തിന്നുന്ന സൗണ്ട് കേൾക്കാം. പോട്ടെ. പിന്നെ ഞാൻ കർഷക ഇതിൽ തന്നെ ഉള്ളത് കേട്ടാ. കൃഷിയും എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കലും കുളിപ്പിക്കലായിട്ട് നേരത്തെ മുതലേ ഇവരെ ഒരുമിച്ച് തന്നെ ഉള്ളത്. അതാണ് ഈ ഒരു കോലത്തിൽ ആയിപ്പോയത് അല്ലേ. ബിലാലിൻ്റെ മൂക്കുത്തുന്നതിനെ പറ്റിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളിലായി. ഇതിപ്പോൾ ഫുഡ് ഇപ്പോൾ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ ഫീഡ് ചെയ്യുന്നുള്ളൂ. കാരണം പറഞ്ഞാൽ ഇവന് പുറത്തും കൂടി കൊണ്ടുപോയി മേഞ്ഞാൽ മാത്രമേ കംപ്ലീറ്റ് വയർഫുൾ ആയാലും ഇവന് കുറച്ച് മാത്രമേ ഫുഡ് എടുക്കൂ. നമ്മൾ കൈത്തീറ്റ മാത്രം കൊടുക്കുന്നത് ഫുള്ള് എടുക്കൂല കേട്ടോ. കൊടുത്തോ. കഴിക്കുന്നുണ്ടോ? ഗുഡ് ബോയ് ആണ്. സൈസ് ഉണ്ടോ? ഇതാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഫുള്ള് ആയി എൻ്റെ കൈ. ഞാനെന്നാണ് അത്യാവശ്യം വലിയ മനുഷ്യനാണ് കേട്ടോ. ബിലാൽ വിളിച്ചാൽ, ഏയ് ബിലാൽ ബാ ആടുന്ന് ഫുഡ് കിട്ടിയില്ല, അതുകൊണ്ടാ അല്ലേ മൊത്തമാണ്. അപ്പോൾ നമുക്ക് നമ്മളെ മാറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് വെബ്സൈറ്റിൻ്റെ അകത്തെ. വാ ജസ്റ്റ് കാണിച്ചു തരാമല്ലേ. അയ്യോ നല്ല വെയിലും, ഇത്തിരി രാവിലെ മുതൽ ഈ സമയം വരെ നല്ല വെയിലായിരുന്നേ. വെയിൽ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഇവിടെ ഉമ്മൊക്കെ ഇനി ഇടിച്ചൊക്കെയല്ല സംഭവം, ജസ്റ്റ് കുടയുന്നതായിരിക്കും. പക്ഷെ നമുക്ക് കിട്ടുമ്പോണ്ടല്ലോ 1.5 കിട്ടലാണ് അല്ലേ. ഓക്കെ ബാ. നമ്മൾ മാറ്റ് മാറ്റിയേ, നല്ല ഫ്രഷ് മാറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇഗ്വാനൽ ഇതാ വെയിൽ കായാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. താഴ്ന്ന് ഇങ്ങനെ എടുക്കണം, എന്നാലേ ആ വീഡിയോ കറക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെയുണ്ട് പുതിയ മാറ്റിൽ കാണാൻ. അതുപോലെ നമ്മുടെ സൽക്കട്ടാസും ഇവിടെ ഉണ്ടേ, ഓരെല്ലാം ഒരുമിച്ച് തന്നെ ഉള്ളത്. നമ്മൾ ഓംനിവോറസിനൊക്കെ അല്ല, ഹെർബിവോറസിനൊക്കെ ഒരു ഭാഗത്തും കാർണിവോറസിനെ മറ്റൊരു ഭാഗത്താക്കിയിട്ടുള്ളത്. ഇതെന്താ എടാ അത് കടിച്ച് തിന്നാക്കിയോ പടച്ചോനെ. എടാ അത് തിന്നൂടാ, നിങ്ങൾക്ക് വേറെ ഇത് തരാം. എടാ ഇവരെ ഫുഡുണ്ടാ.
ആ ഇതണ്ടാ, ഇവയ്ക്ക് രണ്ടാക്കും നമുക്ക് പിന്നെ ഇത് കൊടുക്കാം. നിങ്ങൾ അത് തിന്നൂടെ കേട്ടാ. ആ ആ ഫ്ലവറും എന്നാണ് ഇഗ്വാനും കഴിക്കും. ആ ഉണ്ടാ കഴിച്ചോളൂ, ഇവർക്ക് ഇഷ്ടമാണ് കേട്ടാ. ചെമ്പരത്തിപ്പൂ ഇഗ്വാനൊക്കെ കൊടുക്കാൻ ഇതണ്ടാ. ആ അത് തിന്ന് കാണിച്ചോ കഴിക്കട്ടെ. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് സംഭവം നമ്മൾ എടാ അത് തിന്നല്ലടാ, പടച്ചോനെ പണിയാവും കേട്ടാ. ഇതെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി മാറ്റാം, ഇവരെ അവിടെ നിന്ന് മാറ്റി വെക്കാം. ആ ഓക്കെ, എന്തെങ്കിലും കിട്ടിയാൽ മതി സംഭവം. ഓക്കെ ആ ഇഗ്വാന പാമോനെ. വേണ്ടേ, അതോ കഴിക്കുന്നതാ. ആ നല്ല വെയിൽ വന്നു. എത്ര വേണമെങ്കിൽ കഴിച്ചോളൂ കേട്ടോ, ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. ഓക്കെ ബാ, നമുക്ക് ടെഗുനിയും കൂടെ ഒന്ന് കാണാലോ. ഇങ്ങോട്ടോ, ടെഗുവിന് ചിക്കനാണ് കൊടുക്കുന്നേ. പടാ പുതിയ മാറ്റും കാര്യങ്ങളിലായതുകൊണ്ട് മണപ്പിക്കൽ ചോറ് പറഞ്ഞല്ല പോട്ട്. ചില സമയത്ത് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫെയിലായി പോവേ. എങ്ങനെയാ സൈസ് എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാലാണ് പിറ്റേന്ന് കംപ്ലൈൻറ്റ് എടുത്ത് അല്ലേ. ആ ഏതാ ലുക്ക് നോക്കിയേ, അടിപൊളി. അതേപോലെ നമ്മൾ ടോർക്കിനെ കുറേ നാളെയില്ലേ പുറത്തിറങ്ങിയിട്ട് കാണിച്ചിട്ട്. ഞാൻ ഇന്ന് നേരത്തെ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചിന് വീഡിയോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ട് കാണിച്ചു തരാം. ഈ പുതിയ മാറ്റിൽ കാണാൻ നല്ല രസമുണ്ട് ഇവരൊക്കെ. ബാ ടോർക്ക് ബേബി, ബാ ടോർക്ക് ബോയ്, ബാ ഫുഡ് വെച്ച് കൊടുത്തിട്ടല്ലേ അല്ലല്ല, ബാ. ആ ട്രീറ്റായിട്ട് കൊടുത്തിട്ടുള്ളേ സമയത്ത് ഇറക്കിയാൽ പണിയാവോ? വേണ്ട പോട്ട് വാ, ഇറങ്ങി. എന്നാലും നമുക്കൊന്ന് ഇറങ്ങിയിട്ട് പോരാ. വാ ആ നോക്കിയോ, പുതിയ മാറ്റിൽ നല്ല രസമുണ്ടോ കാണാൻ. എടാ ഒന്നാ ക്യാരറ്റ് വേട്ടെ, നിങ്ങൾ ട്രീറ്റ് കൊടുക്കാലോ. ബാ ബേബി, സൗണ്ട് കേട്ടാ, സൗണ്ട് നല്ല രസമാണ് ഇവരെല്ലാം തിന്ന്. പൊട്ടിക്കട്ടെ ആ ആ ആ സൗണ്ട് കേൾക്കണ്ട. സൗണ്ട് കേൾക്കുന്നുണ്ടാ? ആ ആ വാ. ഇതിൻ്റെ ഒറിജിനൽ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്. അടുത്തുനിന്ന് അത് മൈക്കീടുള്ളത് കൊണ്ട് കറക്റ്റ് നിങ്ങൾ കേൾക്കും. ആ താഴെ പോയി അത് പോട്ടെ. പക്ഷെ അറിയില്ലേ, ടോർക്കിനെ ഈ ഗ്രൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ മേലുള്ള ഡോട്ടെല്ലാം കറക്റ്റ് കാണും കേട്ടോ. ഇത് കുറച്ച് ഗ്രൂമിങ് കട്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ വെയിലൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കുളിപ്പിച്ചിട്ടില്ലെങ്കിലൊന്നും ഇത് തീരെ കാണില്ല, നല്ല പ്യൂർ വൈറ്റ് പോലെ ഉണ്ടാവും. ബാ രാവിലെ പിന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നേ. ബാ ബാ കയറും മോനെ. അതുപോലെ നമ്മളെ പൂഴിയൊക്കെ കണ്ട നല്ല ഉണങ്ങി വൃത്തിയായി നിൽക്കുന്നത്. ആ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്നാ അറിയോ? കഴിച്ചോടെ പോയി കഴിച്ചോ. പിന്നെ നമ്മളെ ഈ പൂഴിയില്ലേ, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ബിലാലിന് ഒഴിവാക്കുക ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവരെ മാറ്റുമെന്നൊക്കെ ചോദിക്കുന്നത് കുറേ ആൾക്കാർ. അറക്കാൻ കൊടുക്കുമോ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ എന്താണ് ബിലാലി നമ്മൾ പിന്നെ ഒരു സാധനത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നിനും കൊടുക്കാറുമില്ല. അതുപോലെ പിന്നെ എന്താ പറയുക, പിന്നെ വേറെ എന്തെങ്കിലും വിലക്ക് വിൽക്കുന്നതോ അല്ലെങ്കിൽ അറക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരു പരിപാടിക്കും ഇല്ല കേട്ടോ. നോർമലി ഇപ്പോൾ ബിലാൽ നമ്മളെ മരിക്കുന്നവരെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാകണമെന്ന് നമ്മളെ ആഗ്രഹം. വേറെ സാഹചര്യങ്ങളൊന്നും
ബുദ്ധിമുട്ടായില്ലെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ മുന്നേ ഉണ്ടായ ടോർക്കിന് നമ്മൾ കൊടുക്കാൻ കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടോർക്ക് വന്നിട്ട് കുറച്ച് കാലം മുതൽ അതിൻ്റെ കാലിന് എപ്പോഴും പ്രശ്നമാണ്. അത് ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലൈമറ്റിൽ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പൂഴി നമ്മുടെ ഈ ഒരു ഏരിയ ഓന് എങ്ങനെ എൻ്റെ പൂഴി മാറ്റിയിട്ട് കുറേ നാളും അപ്പുറത്ത് സിമെൻറ്റ് തറയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ക്ലൈമറ്റുമായിട്ടും അതുപോലെ പിന്നെ പൂഴി തന്നെ മെയിൻ പ്രശ്നം. നമുക്ക് പൂഴി ഇറക്കാണ്ട് ഇവരെ നടത്തിക്കാനൊന്നും പറ്റില്ലല്ലോ, എല്ലായിടത്തും നമുക്ക് മാറ്റിട്ട് കൊടുക്കാനൊക്കെ പറ്റില്ല. അപ്പോൾ അത് സ്ഥിരമായിട്ട് വന്നതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ശരിക്കും ടോർക്കിനെ ഫ്രീ ആയിട്ട് കൊടുത്തേട്ടോ, പൈസക്ക് വിറ്റൊന്നുമല്ല, ഫ്രീ ആയിട്ട് കൊടുത്തത്. അതിന് ശേഷമാണ് ഞാൻ അതിന് ശേഷമല്ല, അതുള്ളപ്പോൾ തന്നെയാണ് ഈ ടോർക്കിനെ വാങ്ങിച്ചത്. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ഒരാൾക്ക് കൊടുത്തത് അതിനേട്ടാ. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ബിലാലിന് അതേപോലെ ചോദിക്കും നമ്മൾ ടൈം, ഞാൻ ഒരിക്കലും കൊടുക്കില്ല. അതേപോലെ എന്തെങ്കിലും നമുക്ക് ഭാവിയിൽ പിന്നെ എന്താ പറയുക വളർത്താനുള്ള സാഹചര്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ അവരുടെ ഹെൽത്തിന് നമുക്കല്ല, നമ്മളെന്തും സഹിച്ചിട്ട് അങ്ങനെ വളർത്തിക്കോളും, കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ വർക്കിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവന് ഹെൽത്തി ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതേപോലെ നമ്മളെ ബോണി എപ്പം മുതൽ ഇവിടെ ഉണ്ടെന്ന് അറിയാം. ഞാൻ ശരിക്കും ബോണിന് എത്ര പൈസയൊക്കെ വാങ്ങിച്ചെന്ന് അറിയാം. എല്ലാവർക്കും ഒരു സംശയമാണ്, കുതിരക്ക് ഭയങ്കര പൈസ ഉണ്ടെന്നല്ലോ. ഞാൻ വെറും 45,000 രൂപയ്ക്കാണ് ഇതിനെ വാങ്ങിച്ചത്. എൻ്റെ ഓർമ്മ അങ്ങനെ 43,000-നാന്ന് തോന്നുന്നു. ചെറിയൊരു ചാവാലി കുതിരായിരുന്നു. 2018 ആ ഒരു സമയത്താണ് ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, പിന്നെ അന്നേരം എത്ര 4 മാസം പ്രായമുള്ള സമയത്താണ് വാങ്ങിച്ചത്. ഓക്കെ, പിന്നെ ടോർക്കി നമ്മൾ 7 വയസ്സ് കഴിഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. ഇപ്പോൾ അത്യാവശ്യം വയസ്സായി, രണ്ടാൾക്കും ഏകദേശം സെയിം ഏജ് തന്നെ. പിന്നെ ബോണി വാ. ശരിക്കും സാധാരണ ഇതിൻ്റെ ഒരു 10 ഇരട്ടി വില അധികം കൊടുത്തിട്ടാണ്, 10 ഇരട്ടി എന്നൊന്നും പറയാൻ കഴിയില്ല, അതിൽ എത്രയോ മടങ്ങ് അധികം കൊടുത്തിട്ടാണ് ഞാൻ ടോർക്കിനെ വാങ്ങിച്ചേട്ടാ. വില വെച്ചിട്ട് പറയുന്നതല്ല, അത് ജസ്റ്റ് ഇത് പറഞ്ഞ. പക്ഷേ എന്തായാലും ഇവനും ടോർക്കും എല്ലാം ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന രീതി എന്ന് പറയുന്നത് സെയിമാണ്. എല്ലാവർക്കും ഒരേ പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ടാ. ഓക്കെ, എന്ന് നമുക്ക് മെല്ലെ അകത്തോട്ട് പോവാം, കുറച്ച് കാര്യങ്ങൾ കൂടി കാണാം. മറ്റേ പുതിയ മാറ്റിൽ ആൾക്കാർ പിന്നെ ഇടപഴകുന്നതും പെറ്റ്സിനോട് കളിക്കുന്നതെല്ലാം കാണാൻ നല്ല രസമുണ്ടല്ലേ. വീഡിയോയിൽ എങ്ങനെ ഉണ്ട്? നല്ല ഉണ്ടാ? വീഡിയോ ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് വലിയ ഐഡിയ ഇല്ല. രസമുണ്ടല്ലേ? ഓക്കെ, അതുപോലെ 1-2 കാര്യങ്ങൾ ഞാൻ ഇതേപോലെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടതിന്. എന്താണ് നമ്മളെ അനാക്കോണ്ടൻ്റെ കാര്യം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടതിന്. എന്താ അനാക്കോണ്ടയ്ക്ക് പറ്റിയത്? അനാക്കോണ്ട അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തുറന്ന് പറയും. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കമൻറ്റും നമുക്ക് കുറച്ച് ഹേർട്ടായ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നമ്മളാണ് നിങ്ങളെ വളർത്തിയത്, നമ്മളോട് പറയാണ്ടിരിക്കാൻ പാടില്ല. നിങ്ങളോടൊന്നും ഞാൻ പറയാണ്ടിരിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പറയാണ്ടിരിക്കേണ്ട സിറ്റുവേഷൻ വരും. അത് ചില ആൾക്ക് തോന്നി അത് നമ്മൾ ചത്തുപോയി, അതുപോലെ നമ്മൾ പിന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്, അല്ല അങ്ങനെ വേറെ അത് നമുക്കൊരു ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ഇവിടുന്ന് മാറ്റേണ്ടി വന്ന്. അത് കൊച്ചിയിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഉണ്ടായത്. നാളെ ഇങ്ങോട്ടേക്ക് എത്തുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനൊന്ന് സെറ്റാവാനുണ്ടായി. അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇവിടത്തേക്ക് നാളെ വരും. അപ്പോൾ നമ്മളിവിടെ പിന്നെ എൻക്ലോഷറൊക്കെ രണ്ടാമതും റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. സെറ്റാണ് കേട്ടോ, നമ്മളിവിടുന്ന് സെറ്റായിട്ട് തന്നെ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ആരോടൊന്നും പറയാണ്ടിരിക്കണമെന്നല്ല, ആ രീതിയിലൊന്നും വിചാരിക്കണ്ട കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മളെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മളെ റക്കൂൺ ഇവിടുന്ന് മാറ്റും. റക്കൂൺ ഇപ്പോൾ ഈ കേജിൽ ആൾ ഭയങ്കര സെറ്റാണ്. ഈ കൂട്ടുന്ന ഇപ്പോൾ ഇവനെ മാറ്റുന്ന ആലോചിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുന്നത് ഇഗ്വാനൻ്റെ ഇപ്പോൾ മുട്ടയിട്ടതുകൊണ്ട് അല്ലെങ്കിൽ റക്കൂൺ ഈ കേജിലേക്ക് മാറ്റി ഇഗ്വാനൊക്കെ നല്ല രീതിയിൽ സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു കേജിലേക്ക് മാറ്റാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇഗ്വാനൊക്കെ നമ്മളിപ്പോൾ ഇതെല്ലാം നക്ടോണൽ ആനിമൽസിന് സെറ്റ് ചെയ്ത കേജുകളാണ്. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് UV സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇഗ്വാനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, ഫുള്ളായിട്ട് UV ആയാലും ഇവർക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ആ ഒരു ഇത് കിട്ടില്ല. പക്ഷേ ഇവിടെ ബ്രീഡൊക്കെ ആയിട്ടുണ്ട്, ഹെൽത്തിയാണ്. പക്ഷേ നമ്മൾ ഈ ഡെയിലി കൊണ്ടുപോയിട്ട് വെയിൽ കൊള്ളിക്കുന്നതും ഇതൊക്കെ കൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേജ് മാറ്റിയിട്ട് ഇഗ്വാനൊക്കെ നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്നൊരു കേജ് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് ചെറിയൊരു ചേഞ്ചസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വരുത്തും. പിന്നെ എപ്പോഴും ചേഞ്ചസ് വരുത്തുള്ള തന്നെയല്ലേ നമ്മളെ പണിയല്ലേ. ഓക്കെ, അപ്പോൾ പിന്നെന്താ നമുക്ക് കാണണ്ടേ? നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട്, ഇപ്പോൾ ഞാൻ രാവിലെ പിന്നെ ഇവനെ എന്താ പറയുക കാളനെ കുളിപ്പിക്കലും ഇങ്ങനത്തെ എന്തെല്ലോ പരിപാടിയായിട്ട് നായിനെ കുളിപ്പിക്കലായിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബിലാലിനെ മുന്നിൽ കണ്ടപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടാ. നല്ല വെയിൽ കണ്ടപ്പോൾ അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഉള്ളത് കേട്ടോ. ഇങ്ങനെയൊന്നും നോർമലി ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ടീഷർട്ടെല്ലാം മാറ്റിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വരും. പിന്നെ അധികം ആൾക്കാരും പറയുന്നുണ്ട് നമ്മൾ ആ ഒരു
വീഡിയോൻ്റെ രീതിയാണ് എല്ലാവർക്കും ഇഷ്ടം എന്നൊക്കെ. അപ്പോൾ അത് നമുക്ക് ഒരു ഇതാണ്, നമ്മൾ നോർമലി അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീഡിയോ ആക്കിയിട്ട് എടുക്കുന്ന പറയുന്ന രീതിയാണ്. പക്ഷേ ഇന്നെന്താണെന്ന് കുറച്ചും കൂടി ചില ദിവസങ്ങളിൽ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ആഞ്ഞിറങ്ങും. ഇത് രാവിലെ തുടങ്ങിയ പരിപാടിയാണ്, ഫുള്ള് പണിയാണ്. ഇപ്പോൾ ഉച്ചയായി. നമ്മൾ ജമനെ കണ്ട, ജമന് കുഴിച്ച് പോകുന്നുണ്ടോ താഴത്തേക്ക്. പക്ഷെ നമ്മൾ അധികം മണ്ണിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ആക്ടിവിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. ജമ ബാ, മേലെ കൂടി വരുന്നതാണ്. എനിക്ക് രസം, ഒരു സ്പീഡാണ്. ഡാ കയറിയ, ആ കയറിയ കയറിയ. അതുപോലെ സ്കങ്ക്, ഇത് സ്മെല്ല് ഈ ഭാഗത്തുണ്ടാവും കേട്ടോ. ഇത് വേൾഡിൽ ഏറ്റവും സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീവിയാണ് സ്കങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു മണം എന്തായാലും ഈ ഏരിയയിൽ ഉണ്ടാവും. അതുണ്ടാവും. ഈ ആൾക്കാർ ഇവിടെ എത്തുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര മണമെന്ന്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കങ്കിൻ്റെ അടുത്തുനിന്ന് സ്കങ്കിൻ്റെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന മണം എന്തായാലും ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ നമ്മൾ നോർമലി ചില ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ തുറന്നിട്ട് കാണിച്ചു കൊടുക്കുക മണം, സ്കങ്കിൻ്റെ ശരിയായ മണം എങ്ങനെയാണെന്ന് അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ രസമല്ലേ കുളിപ്പിച്ച് കുട്ടപ്പനാകുമ്പോഴേക്ക്. പിന്നെ ഇവൻ്റെ ഒരു കഥ അറിയോ? ഇവൻ്റെ ആയുസ് എന്ന് പറയുന്ന ആയുസിനേക്കാളും എത്രയോ ഇവൻ ജീവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ബോണസാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കേജിൽ വളർത്തുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേക എന്താ പറയുക, അവർക്ക് ശത്രുവിനെ പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ടൈമിന് ഫുഡ് കിട്ടുന്നുണ്ട്, ഗ്രൂമിങ് കറക്റ്റ് ആകുന്നുണ്ട്, വേറെ വിരശല്യമോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല വിശ്രമം, പിന്നെ ഗ്രൂം ചെയ്യാൻ നമ്മളെപ്പോലത്തെ കുറേ ആൾക്കാർ നല്ല റോയൽ ട്രീറ്റ്മെൻറ്റെല്ലാമായിട്ട് ശരിക്കും ഒരു രാജകീയ ജീവിതമല്ലേ ഇവർ ജീവിക്കുന്നത്. അപ്പോൾ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് കാട്ടിൽ കിട്ടുന്ന ലൈഫ് സ്പാനിനേക്കാളും ഡബിളിൻ്റെ മേലെയാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വയസ്സനായ ഫീലൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ എന്ന് തന്നെ കാണാം. ഒന്ന് അടുത്തുനിന്ന് കാണിച്ചാൽ മിസ്റ്ററേ. അതിൻ്റെ പാറ്റേണാണ് പൈസ മറ്റേ കുളിപ്പിച്ച് കുട്ടൻ വരാകുമ്പോഴേക്ക് എന്താ രസമല്ലേ. ഐഷ്. അതുപോലെ നമ്മുടെ ബുഷ് ബേബിക്കൊക്കെ ഇപ്പോൾ നമ്മൾ ലൈഫ് ഫീഡ് നന്നായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഹെൽത്തിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ ലൈഫ് ഫീഡ് കൊടുക്കുന്നുണ്ട്. ഡാ ബാ, അയ്യോടാ. ലൈഫ് ഫീഡ് നന്നായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ബോഡിയിലുള്ള ചേഞ്ചസും അതുപോലെ തന്നെ നമ്മൾ ആ സ്കിന്നിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നല്ല പെറ്റായി മാറിയ ആൾ അല്ലേ. അയ്യോ സോറി, ഫോൺ അതിനിടയ്ക്ക് താഴെ പോയി കട്ടായിട്ടല്ല വീഡിയോ. ഓക്കെ, ഇവനിപ്പോൾ നമ്മളുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ ട്രീറ്റ് കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മളെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഓടി വരുന്ന ഒരു രീതിയിലൊക്കെ ആയി. ഇത് നൊക്ടോണൽ ആനിമൽ ആണെങ്കിലും ഇപ്പോൾ ആദ്യം നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ വരുന്നവർ ഇവർ ഫുള്ളായിട്ട് ഉറങ്ങുന്നത് കാണാം. ഇപ്പോൾ അത്യാവശ്യം പകൽ നല്ല ആക്റ്റീവായിട്ടുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഒരു 3-4 പ്രാവശ്യം വിളിക്കുമെങ്കിൽ ഒരു ഫീഡ് എന്തെങ്കിലും കൊടുക്കും, ഒരു ട്രീറ്റ്. അപ്പോൾ അവരതുമായിട്ട് സെറ്റായി വന്ന് ബടാ എണീറ്റിക്ക് നല്ല രസം എണീറ്റിക്കുന്നതാണ്. മുങ്ങ മാമനെ. ഏതാ സ്ട്രക്ചർ ചെയ്തിട്ട് നടക്കുന്നതാണ്. ഏതാ ഏതാ രസം നോക്കി. ഭയങ്കര നമുക്ക് വന്നിട്ടൊരു മുതലായ ജീവിയാണ് കേട്ടാ. നടത്തം കണ്ട ഏത് രസോ. ഓ ബേബി, അയ്യോടാ. മൂങ്ങ നല്ല പേരല്ലേ. കണ്ണുണ്ടാ കാളൻ്റെ നല്ല. ആദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് തൊടാൻ പറ്റാത്ത ജീവിയാണ്. അതുപോലെ സ്കിന്നും നല്ല ഹെൽത്തി ആയിട്ടാ. ഈ നമ്മൾ ലൈഫ് ഫീഡ് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ കാൽസ്യം ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം പ്രോപ്പറായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ആ ഡിഫറൻസ് ശരിക്കും ലൈഫ് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ കാണിക്കാനല്ലേ. പിന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ കാണിക്കേണ്ടത് എന്താ ആക്കേണ്ടത് എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. എന്നാലും അപ്പോൾ നമുക്ക് പിന്നെ കോഴിപ്പൂവിനെയും കൂടി ഒന്ന് ജസ്റ്റ് കാണാം അല്ലേ. ഇതാ എല്ലാവരും ഫുഡെല്ലാം അടിക്കുന്നുണ്ട്. അടുത്ത ബ്രീഡാവണം. ഇനി ഈ ബ്രീഡിങ്ങിൽ കുറച്ച് കുട്ടികളെ കിട്ടിയാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവും. 2 പ്രാവശ്യം നമ്മൾ കുട്ടികളെ മിസ്സായില്ലേ. ഒരിക്കൽ പ്രീമച്യൂർ ബർത്തായി, അതിൻ്റെ ഒത്ത് മിസ്സായി. പിന്നെ നമ്മുടെ പഴയ ഫേവറേറ്റ് ബേർഡാണ് കേട്ടോ ഈ പിന്നെ മൊദീന. അപ്പുറത്തേനെ കാണിക്കും. എന്താ രസം നോക്കിയാൽ.
നല്ല ഭംഗിയില്ലേ? പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2004 ഇതിനെ കാണുന്നത്. അന്നേരം ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. എനിക്ക് കോഴിനെ പോലത്തെ പ്രാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ മാറി വന്ന് അപ്ഗ്രേഡ് അടിപൊളിയായി വന്നിട്ടാ. പണ്ടത്തെ ഷേപ്പൊന്നും ഇങ്ങനെ ഒന്നുമല്ല, കുറേ മാറ്റമുണ്ട്. ഇതിനെ കാണിച്ചേ ഇപ്പുറത്തുള്ളതിന് ചേട്ടാ. ഷേപ്പെല്ലാം ഓരോ ബേർഡിനും ഓരോ ഷേപ്പായി. ലെഫ്റ്റിലതിന് കാണിച്ചേട്ടാ. ആ പോകുന്നതിനൊക്കെ ഓരോ ബേർഡും ഓരോ രീതിയിലെ ഷേപ്പും കാര്യങ്ങളിലായി. പിന്നെ നമ്മളെ കാത്തൂനെ കണ്ട, കാത്തു ഇതാ വരുന്നതാ. കാത്തൂനെ കാണിച്ചാൽ ഇതാ കാത്തു വരുന്നുണ്ടാ. കാത്തു ഇപ്രാവശ്യം എവിടെ കുട്ടികളെ കൊണ്ടുവച്ചെന്നറിയോ? ഇതിൻ്റെ മേലെ എവിടെയാന്ന് കേട്ടോ. സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ കയ്യിലില്ല ഇപ്പോൾ മൂപ്പര് സ്വന്തം വഴിയായി. ബടാ കാത്തു മുത്തേ, അയ്യോടാ ഇതെന്നെ കണ്ടേർന്ന് ഇങ്ങനെ വരും കേട്ടാ. അല്ലേ കണ്ടാ? ഇതൊക്കെ അടുത്തുനിന്ന് കാണിക്കടാ. എവിടെയില്ലേ മക്കളെല്ലാം? എവിടെയില്ലേ? എല്ലാവരും ഉഷാറന്നെ? ഉഷാറന്നെ? ആ, അതേപോലെ നമ്മുടെ ഇവനെ ആരെങ്കിലും തൊടുന്നതാണ്. നമ്മളെ സ്പിൻസ് കാറ്റിന് ഭയങ്കര പോസസീവ്നെസ് ആണ് കേട്ടോ. അവിടെ വന്നിട്ട് നോക്കിയിട്ട് പോയി. ഇനിയിപ്പോൾ വിളിച്ചാൽ വരുമോയെന്ന് അറിയില്ലേ. കാണിച്ചേ, അങ്ങോട്ട് കാണിച്ചേ. നമ്മുടെ പഴയ ഷെയ്ത്താൻ കണ്ട, അതിനെ നോക്കുന്നുണ്ട്. അതിന് തീരെ ഇഷ്ടമല്ല. നമ്മളെ കാത്തൂനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ സ്പിൻസിന്. ഏഞ്ചൽ ബേബി, ആ എന്ത് സ്നേഹം. ആ, നീ അങ്ങോട്ട് പോണ്ട. നീ എൻ്റെ മുത്തല്ലേ? അയ്യോടാ, ഇവൻ ഇതാ ഇഷ്ടം കേട്ടാ. സാധാരണ മറ്റേ ജീവികളെല്ലാം പോലെ കഴുത്തിലാണെന്നില്ല പരിപാടി ഒത്ത. അതുപോലെ തന്നെ ഇതുപോലെ ബനിയൻ ക്ലോത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രാച്ച് ഇതിനെ പണിയൊക്കെ. എൻ്റെ പിന്നെ ടീഷർട്ടൊക്കെ മൊത്തം അങ്ങനെ തന്നെ ഉണ്ടാകാൻ അല്ലടാ. ഏഞ്ചൽ ബേബി. ആ നശിപ്പിച്ച് പണ്ടാരടക്കം. കണ്ടാ ഏഞ്ചലിനെ കണ്ടാ? ഏഞ്ചൽ വയസ്സായി പോയിട്ടാ. അപ്പോഴത്തേക്ക് ഓനിക്ക് എല്ലാം കുശുംബന്മാരാ ഫുള്ള്. ഇത് പൂച്ച തന്നെയാണ്, രോമില്ലാത്ത പൂച്ച. ഇതിനെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് മുഖം ആക്കുന്നുണ്ടില്ല. അങ്ങനെ ആക്കുന്നുണ്ട്. വീട്ടിൽ കിട്ടിയെന്നോ അറിയില്ല. അല്ല, ഇതിൽ ഇങ്ങനെ അങ്ങനെ തിരിച്ചു പോയാൽ മതി. അങ്ങനെ തിരിച്ചു പോയിട്ട് ഇങ്ങനെ വഴിയുണ്ട്. അതണ്ടാ ഇവൻ്റെ ഇതണ്ടാ. ഓനെടുത്തോണ്ടെന്ന് എല്ലാവരും ഇതന്നെ. ഒരാളെടുക്കുന്ന മറ്റേയാൾക്ക് ഇഷ്ടപ്പെടില്ല. ഇവനാണെങ്കിൽ പിന്നെ മേലെ കയറിയാലുണ്ടല്ല ഇങ്ങനെ മേത്ത് വരച്ചിട്ട് ഏഞ്ചൽ ഒരു ഉമ്മ തന്നെ, ഒരു കിസ് തന്നെ. ഡാ ആ കയറിക്കാം. ഓക്കെ, ആയി വാ. നോക്കുന്നുണ്ടാ? ഒന്നുമില്ല. വാ ഏഞ്ചൽ ബേബി. ഐ ഏജാകുമ്പോൾ നമുക്കൊരു ബേജാറാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ഏജായി. എനിക്ക് തോന്നുന്നൊരു നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ 5 വയസ്സില്ലേ, ഇപ്പോൾ 10 വയസ്സ് കഴിഞ്ഞിട്ടാ. അതിൻ്റെ ഒരു ചെറിയ നമുക്ക് ചിലപ്പോൾ പ്രായമാകുമ്പോൾ ചിലതിനോടൊരു സെൻറ്റിമെൻറ്റ്സും ഇതെല്ലാം വരത്തില്ലേ, അങ്ങനെ ഒരു തോന്നാൻ തുടങ്ങിയിട്ടാ. പാവം തോന്നുന്നു. പക്ഷേ നമുക്ക് മിസ്സാകുന്നൊന്നും ആലോചിക്കാനില്ല അല്ലേ. അതുപോലെ കണ്ണിനൊക്കെ ചെറിയ വൈറ്റ് അടിച്ച് തുടങ്ങി. പ്രായത്തിൻ്റെ ഒരു ഇതിങ്ങനെ കാണിക്കാൻ തുടങ്ങി. കുഴപ്പമില്ല. പക്ഷെ നല്ല സ്നേഹമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്നേഹമാണ്. നമ്മൾ അതേപോലെ തന്നെ സ്നേഹിക്കുക. അതേപോലെ നമ്മൾ ഓഫീസിലൊക്കെ ഇടക്കൊണ്ട് പോയി ഇരുത്തുന്നൊരു സാധനം കേട്ടോ. കാരണം തന്നെ രോമൊന്നും ആവില്ല, അങ്ങനെ ഈസി ആയിട്ട് വളർത്തുക. അതേപോലെ നമ്മളെ വിട്ടിട്ട് എവിടെയും പോവില്ല. ആ സ്നേഹം ഡോഗ്സിൻ്റെ ഏകദേശം സെയിം ബിഹേവിയറാണ് എൻ്റെ മുത്തല്ലേ. ഒരു ചെവി ഇതായിപ്പോയി. ഇതെല്ലാം നമ്മളെ കയ്യിലായതുകൊണ്ട് രക്ഷപ്പെട്ട കേട്ടോ. നമ്മൾ സർജറിയൊക്കെ ചെയ്ത് അത്ര നല്ല രീതിയിൽ നോക്കിയോണ്ടാണ് ഓൻ രക്ഷപ്പെട്ടതല്ലേ. അല്ലടാ മുത്തേ, കണ്ടാ സ്നേഹം കണ്ടാ? കണ്ണ് നിറയുന്നതിലും കാണും ചില സമയത്ത്. മൃഗങ്ങൾക്കൊക്കെ ഫീലിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കണ്ടാ. സ്നേഹം കാണിക്കുന്നൊക്കെ ആ രീതിയും അത് ഓരോരാളെ മനസ്സിലാക്കുന്ന രീതിയും അതൊക്കെ ഡിഫറെൻ്റാണ്. ഇന്നത്തെ വീഡിയോ വിചാരിക്കാണ്ട് എനിക്കൊന്നും നല്ല വീഡിയോ ആയി തോന്നുന്നു. ഏതെല്ലോ തൊട്ട് എന്തെല്ലോ നമ്മൾ ശരിക്കും ഒരു ഹൃദയസ്പർശിയായ വീഡിയോ ആയിട്ട് തോന്നുന്നത്. നോർമലി എടുക്കേണ്ടതെന്ന് ജസ്റ്റ് എടുത്താൽ ഇങ്ങനെ എടുത്ത് വന്ന വീഡിയോ. അവിടെ ഇത് കട്ടാക്കിയിട്ടില്ല വീഡിയോ. ഒറ്റ ടേക്ക് ആദ്യം മുതലേ അല്ല, ബിലാലിൻ്റെ അടുത്ത് ആദ്യം കട്ടാക്കിയെന്നോ അല്ലേ. ഓക്കെ, എന്നാൽ പിന്നെ ഇതങ്ങനെ തന്നെ പോക്ക് കേടി മുറിക്കാണ്ട് അങ്ങനെ പോട്ടെ. അതോ എത്ര മിനിറ്റായി? 24 ആയാ? അപ്പോൾ ആദ്യത്തേതും കൂടി ഉണ്ടോ? അപ്പോൾ ഏകദേശം 30 മിനിറ്റായി. ബോറടിക്കുന്നില്ല, എല്ലാവരും ബോറടിക്കുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ കമൻറ്റിൽ. പക്ഷേ അത്ര വലുതായി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല എന്ന് എല്ലാം മറ്റെന്താ പറയുക, എന്നെ കണ്ട് മടുത്തു.
കുറേ ആൾക്കൊക്കെ മടുത്തിട്ടാ വീഡിയോ ഇപ്പോൾ പഴയ പോലെ റീച്ചൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്താ നിർത്താത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു 10 പേരെങ്കിൽ 10 പേര്. പിന്നെ എന്നോട് ചില ആൾക്കാർ നിങ്ങളെന്തോ ഒരേ ടൈപ്പ് വീഡിയോ ചെയ്യുന്നു. എനിക്ക് വേറെ വീഡിയോ ചെയ്യാനൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇതന്നെ, നമ്മൾ പെറ്റ് സ്റ്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുള്ളൂ. അതിന് പിന്നെ എന്താ പറയുക, ആൾക്കാർ ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു രീതി ഇങ്ങനെ എന്താ പറയുക, പണ്ട് എങ്ങനെ എടുക്കുന്നത് അതേപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് എത്ര കാലം പോകുമെന്ന് അറിയില്ല, നോക്കാം എന്തായാലും. അതുപോലെ ഇപ്പം നമ്മൾ എന്നെ അധികം ആൾക്കാർക്ക് വന്നാൽ ഇവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനം പറയുന്നില്ല. അതെന്താണെന്നറിയോ, ഞാനൊരു കാലിക്കറ്റ് ഇപ്പോൾ കൂടുതൽ സമയം ഉണ്ടാവുന്നത്. കാലിക്കറ്റ് എൻ്റെ മോൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വരും പോകും അങ്ങനത്തെ ഒരു രീതിയിലല്ല. എല്ലാ ദിവസവും വരും കേട്ടോ, എല്ലാ ദിവസവും അല്ല, ഒട്ടുമിക്ക ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ അത് ഏത് ദിവസം എന്നുള്ളത് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോയിൽ പറയാത്തത്. അപ്പോൾ എന്താ പറയുക, മുന്നേ നിൽക്കുന്നവരെല്ലാവരും മുന്നേ വന്ന് എല്ലാ ദിവസവും എന്നെ ഇവിടെ കാണും. ഇപ്പോൾ ചില ദിവസങ്ങളിൽ കാണാത്തത് അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഏകദേശ കാര്യങ്ങൾ അതെന്താ പേടിച്ചിട്ട് ഓടിയത് അത് കണ്ടിട്ടാ? അതിന് ഏഞ്ചൽ പെട്ടെന്ന് ഓടുന്നുണ്ടിട്ട് ഞാൻ തന്നെ ബേജാറായിപ്പോയി. കസ് കണ്ടിട്ട് പെട്ടെന്ന് എന്തോ അതിന് ട്രോമ അടിച്ചു തോന്നും. അയ്യോ, ആരാണിത്? ഇവനെ ഇരുത്തിട്ട് കാണിച്ചല്ലേ, രസമാണ്. ഡാ സിറ്റ് അപ്പ് അപ്പ് അപ്പ്. എടാ ഈ പൂപ്പി ഇറങ്ങി സിറ്റ്. സ്റ്റാൻഡ്. ഗുഡ് ബോയ്. നോ ഗുഡ്. നോ സിറ്റ്. സ്റ്റാൻഡ് അപ്പ്. എടാ ഓ ഐവ. ഇതണ്ട ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും ഇല്ലെങ്കിലുണ്ടല്ല ഇവരുടെ അടുത്ത് വരും. നമ്മളടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് എടാ ആദ്യം ഇടങ്ങാറാക്കണ്ട. നീ ഇന്നുണ്ടല്ലോ ഇവൻ ഏതാ മോനെന്നറിയാം, ഏതാ സാധനം എന്നറിയാം. ഇതണ്ടാ അച്ചോടാ അടുന്നോ. എല്ലാവർക്കും ഒരാളെടുത്തിട്ട് മറ്റേ ആളെടുത്തില്ലെങ്കിൽ വിഷമം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരെയും നമ്മളിങ്ങനെ പെറ്റ് ചെയ്ത് പോകും. ചില ദിവസങ്ങളിൽ നമ്മൾ ഇതിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങും രാവിലെ തന്നെ. എല്ലാവരും വന്ന് കളിക്കുന്നുണ്ടാ. സംഭവം പെറ്റ്സിൻ്റെ കൂടെ നമുക്കൊരു ദിവസം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഫീലില് ഇതാണ് കേട്ടോ. അതുപോലെ നമ്മളെ നിന്നെ കണ്ടിട്ട് കുറേ കാലമില്ല, ഇനിയും കൂടി ഒന്ന് കാണിച്ചേക്കാം. വീടാ ഇങ്ങനെ കൂട്ടുന്ന ഇറങ്ങുന്നൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഏതാ രസമല്ലേ, നല്ല പഞ്ഞിക്കെട്ടും വരും. എടുക്കടാ. ഏതാ ലുക്ക്. ഓന് പുറത്തൊന്നും ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ എന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ പുറത്തു പോകില്ല. വേഗം അന്നേരം തന്നെ ഓടി വന്നിട്ട് കൂട്ടി കയറും. കളിച്ചോട്ടെ കുട്ടി. വീഡിയോ കാണണ്ട മോനെ? വീഡിയോ കാണണ്ട? ഇല്ല, അവന് നാണക്കടായി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് കറക്റ്റ് എന്താണെന്ന് വെച്ചാൽ പറയണേ. ഇന്നത്തെ അഭിപ്രായം എനിക്ക് എന്തോ ഒരു ഫീൽ ഗുഡ് വീഡിയോ ആയിട്ട് തോന്നുന്നു, എന്തായാലും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.